മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ തൊട്ട് മുമ്പ് ചെയ്ത രണ്ട് വീഡിയോ ഇല്ലേ, എന്താ ക്യാൻഡിൽ സ്റ്റിക്സിനെ പറ്റിയുള്ള രണ്ട് വീഡിയോ, അതിന്റെ തേർഡ് പാർട്ട് അതായത് പാർട്ട് 3 ആണ് നമ്മൾ പറയാൻ പോകുന്നത്. നമ്മൾ 3 പാർട്ടുകളിലായിട്ടാണ് ചെയ്തേക്കുന്നത്. അതായത് ഫസ്റ്റ് ഡേ പഠിച്ചത് സിംഗിൾ ക്യാൻഡിൽ സ്റ്റിക്സിനെ പറ്റിയും, സെക്കൻഡ് ഡേയിൽ 2 ക്യാൻഡിൽ സ്റ്റിക്സ് വന്നാൽ അതിന് പറയാനുള്ള കഥയെ പറ്റിയും, അതായത് സ്റ്റോക്കിന്റെ മൂവ്മെന്റ് എങ്ങനെ ആയിരിക്കും ക്യാൻഡിൽ സ്റ്റിക്സ് പറയുന്നതിനെ പറ്റിയും, ഇന്ന് പാർട്ട് 3 പഠിക്കാൻ പോകുന്ന കാര്യം 3 ക്യാൻഡിൽ സ്റ്റിക്സ് ചേർന്ന് വന്നാൽ എന്താണ് അതിന് പറയാനുള്ളത്, എന്താണ് അതിന്റെ പുറകിലെ ലോജിക്ക് എന്നുള്ളതിനെ പറ്റി. ലോജിക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ലോജിക്ക് മാത്രമേ പഠിക്കാവൂ. കാരണം കാണാതെ പഠിച്ചു വെക്കല്ലേ. ബുള്ളിഷ് എൻഗൾഫിംഗ് 1-2 പേരൊക്കെ പഠിച്ചു വെക്കുന്നത് നല്ലത്, കുഴപ്പമില്ല. എല്ലാം കാണാതെ പഠിച്ച് എല്ലാം അത് നടക്കത്തില്ല. കാണാതെ പഠിച്ചാൽ കാണാതെ പോകും. നമ്മളെപ്പോഴും മനസ്സിലാക്കിയേ പഠിക്കാവൂ. ഓക്കെ, അപ്പം നമ്മൾ 3 ക്യാൻഡിൽ സ്റ്റിക്സിനെ പറ്റി പറയുന്നതിന് മുമ്പ് നമ്മളൊരു കാര്യം കൂടെ പഠിച്ചിരിക്കണം, അല്ലെങ്കിൽ അറിഞ്ഞിരിക്കണം. എന്താണ് ഗ്യാപ്പ് അപ്പ്, ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് എന്നുള്ള ഒരു കാര്യത്തെ പറ്റി. പലർക്കും അറിയാവുന്ന കാര്യമായിരിക്കും, പക്ഷേ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയാം. കാരണം നമുക്ക് ഫ്രണ്ട് ബെഞ്ചേഴ്സ് മാത്രം പോരാ, ബാക്ക് ബെഞ്ചേഴ്സും വേണം. കാരണം എന്നെ പോലെ ബാക്ക് ബെഞ്ചേഴ്സും ജീവിച്ചു പോകണമല്ലോ. അപ്പം ടോപ്പിക്കിലേക്ക് വരാം. ഒരു ദിവസം ക്യാൻഡിൽ അവസാനിക്കുക എന്ന് പറയുമ്പോഴത്തേക്ക്, അതായത് തിങ്കളാഴ്ച ക്യാൻഡിൽ അവസാനിച്ചത് ഒരു 100 രൂപയിലായിരിക്കും. അതായത് ഒരു ക്യാൻഡിൽ ഇങ്ങനെ ആയിരിക്കും. ജസ്റ്റ് ഇങ്ങോട്ട് നോക്കുക. അടുത്ത ദിവസം ചൊവ്വാഴ്ച സ്റ്റാർട്ട് ചെയ്യുന്നത് കുറച്ചുകൂടെ മുകളിലായിരിക്കും. ഇതാണ് ഗ്യാപ്പ് അപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക്. എന്താണ് അതിന്റെ പിന്നിലെ ലോജിക്ക്? അതായത് തിങ്കളാഴ്ച തിങ്കളാഴ്ച ഒരു ക്യാൻഡിൽ ഉണ്ടായി, അതിന്റെ ക്ലോസ് ഒരു 100 രൂപയിലായിരിക്കും. പിറ്റേ ദിവസം ഓപ്പൺ ആയ 105-110 രൂപയിലായിരിക്കും. കാര്യം എന്തുകൊണ്ടാണ്? മാർക്കറ്റ് ക്ലോസ് ആയ സമയത്ത്, അല്ലെങ്കിൽ ആ ഒരു ഗ്യാപ്പ് അപ്പ് ഉണ്ടാകുന്നതിന് തൊട്ട് മുമ്പ് എന്തോ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ന്യൂസ് വന്നു, അല്ലെങ്കിൽ ഒരു പോസിറ്റീവായിട്ടുള്ള എന്തോ കാര്യം ഉണ്ടായി, എന്തോ ആയിക്കോട്ടെ. അപ്പൊ ബയ്യേഴ്സിന്റെ ഇൻട്രസ്റ്റ് കൂടി, അവർ കൂടിയ വിലയ്ക്ക് വാങ്ങിക്കാൻ ഒന്നുകൂടെ താല്പര്യം ഉണ്ടാകുന്നു അവർക്ക്. അപ്പൊ എന്തു പറ്റും? പ്രൈസ് മുകളിലോട്ട് പോകും. ഡിമാൻഡ് കൂടുമ്പോഴാണ് പ്രൈസ് മുകളിലോട്ട് പോകുന്നത്. അതാണ് ഈ ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ആകാൻ കാര്യം. ഗ്യാപ്പ് ഡൗൺ അതിന്റെ കറക്റ്റ് തലതിരിഞ്ഞ കാര്യമാണ്. ഒരു 100 രൂപയിൽ ക്ലോസ് ആകുന്നു, പക്ഷെ ചൊവ്വാഴ്ച അല്ലെങ്കിൽ അടുത്തൊരു ദിവസം ഓപ്പൺ ആകുന്നത് ഒരു 80 രൂപയിലോ 85 രൂപയിലോ ആയിരിക്കും. അല്ലെന്നുണ്ടെങ്കിൽ അതിനെക്കാട്ടി കുറച്ചുകൂടെ താഴ്ന്ന പ്രൈസ് ആയിരിക്കും. അപ്പോഴത്തേക്ക് ഒരു ഗ്യാപ്പ് അവിടെ ഉണ്ടാകുന്നത് എന്തുകൊണ്ടായിരിക്കും? സെയിം റീസൺ. എന്തോ ഒരു നെഗറ്റീവ് ന്യൂസ് ഉണ്ടായെന്നേ ഉള്ളൂ, എന്തോ ഒരു നെഗറ്റീവ് കാര്യം ഉണ്ടായി. സെല്ലേഴ്സിന് അവിടെ ഇൻട്രസ്റ്റ് കൂടി, ബയ്യേഴ്സിന് അവിടുത്തെ ഇൻട്രസ്റ്റ് പോയി. അപ്പൊ പ്രൈസ് ഇവരെങ്കിലും, അതായത് ഈ സ്റ്റോക്ക് അവരെങ്കിലും വിറ്റ് കളയാനാണ് നോക്കുന്നത്. അതിന്റെ അതായത് ഡിമാൻഡ് കുറയുമ്പോഴത്തേക്ക് പ്രൈസ് കുറയുന്നു. അതാണ് ഇതിന്റെ പിന്നിലെ രഹസ്യം, അല്ലെങ്കിൽ ആ ലോജിക്ക്. എല്ലാവർക്കും ക്ലിയർ ആയല്ലോ? ഇത്രേ ഉള്ളൂ. ഡിമാൻഡ് ഒരുപാട് കൂടുമ്പോൾ ഗ്യാപ്പ് അപ്പ് ഉണ്ടാവും, ഡിമാൻഡ് ഒരുപാട് കുറയുമ്പോൾ ഗ്യാപ്പ് ഡൗൺ ഉണ്ടാവും. എന്തുകൊണ്ട് നമ്മളിപ്പോൾ ഗ്യാപ്പ് അപ്പിനെ ഗ്യാപ്പ് ഡൗണിനെ പറ്റിയും പറഞ്ഞത്? ഇപ്പൊ നമ്മൾ പറയാൻ പോകുന്ന 2 പാറ്റേൺസ് ഗ്യാപ്പ് ബേസ്ഡ് പാറ്റേൺസ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റ് പറയാൻ പോകുന്നത് നമ്മളിപ്പം മോർണിംഗ് സ്റ്റാർ എന്ന് പറഞ്ഞൊരു പാറ്റേണെ പറ്റി. ഏതോ ഒരു ബസ്സിന്റെ ഒക്കെ പേര് കേൾക്കുന്ന പോലെ, മോർണിംഗ് സ്റ്റാർ, ഈവനിങ് സ്റ്റാർ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് പ്രൈവറ്റ് ബസ് മോർണിംഗ് സ്റ്റാർ പോയോ എന്നൊക്കെ ചോദിക്കുന്ന പോലെ. അപ്പൊ മോർണിംഗ് സ്റ്റാർ എന്താ? മോർണിംഗ് സ്റ്റാർ എങ്ങനെ വരണമെന്നറിയാമോ? ഒന്ന്, ഒരു ഡൗൺ ട്രെൻഡിലായിരിക്കണം, ഒരു റെഡ് ക്യാൻഡിൽ വേണം, അതിനെക്കാട്ടി കുറച്ചുകൂടെ ഗ്യാപ്പ് ഡൗണിൽ വേറൊരു ക്യാൻഡിൽ വേണം. പക്ഷെ അതൊരു സ്പിന്നിങ് ടോപ്പോ ഡോജിയോ ആയിരിക്കണം. സ്പിന്നിങ് ടോപ്പും ഡോജിയും വന്നാലുള്ള റീസണെ പറ്റി നമ്മൾ ഫസ്റ്റ് വീഡിയോ പാർട്ട് 1 നമ്മൾ പറയുന്നുണ്ട്. ഇൻഡിസിഷൻ ആണ് അതിന്റെ കാര്യം. പിന്നെ അതിന്റെ മൂന്നാമത്തെ ക്യാൻഡിൽ ഈ ഡോജിയെക്കാട്ടിൽ അല്ലെങ്കിൽ സ്പിന്നിങ് ടോപ്പിനെ കാട്ടിൽ കുറച്ചുകൂടെ മുകളിൽ ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ആകുകയും വേണം. നമ്മുടെ ഈ റെഡ് ക്യാൻഡിലിന്റെ ഓപ്പണേക്കാട്ടിൽ മുകളിൽ ക്ലോസ് ആകുകയും വേണം. എന്താ ഇതിന്റെ ലോജിക്ക്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇത്രയേ ഉള്ളൂ. മുകളിലത്തെ പടം കണ്ടുകൊണ്ടിരിക്കുക. പിന്നെ പറയുന്നത് ശ്രദ്ധിക്കുക, പടം കണ്ടുകൊണ്ടിരിക്കാൻ മാത്രം പോരാ. അതായത് ഒരു ഡൗൺ ട്രെൻഡ്, സെല്ലേഴ്സ് ആയിരിക്കുമല്ലോ അവിടെ കൂടുതൽ, സെല്ലേഴ്സിനായിരിക്കുമല്ലോ പവർ, ആർക്കും സംശയമില്ലല്ലോ. അവിടെ ഒരു റെഡ് ക്യാൻഡിൽ വരുന്നു, ഗ്യാപ്പ് ഡൗൺ ഉണ്ടാകുന്നു. അപ്പൊ ചിന്തിക്കരുത് എന്തുകൊണ്ട് ഗ്യാപ്പ് ഡൗൺ ഉണ്ടായെന്ന്. അതെ, ഉറപ്പായിട്ടും സെല്ലേഴ്സിന് ഇൻട്രസ്റ്റ് കൂടുതലുള്ളതുകൊണ്ടാണ് ഗ്യാപ്പ് ഡൗൺ ഉണ്ടായത്. ഓക്കെ, പക്ഷെ അതിൽ സ്പിന്നിങ് ടോപ്പോ ഡോജിയോ എന്ന് പറഞ്ഞു. അത് നമ്മൾ പാർട്ട് 1 വീഡിയോയിൽ പറഞ്ഞ പോലെ സ്പിന്നിങ് ടോപ്പിന്റെ ഡോജിയുടെ പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേക്ക് ബയ്യേഴ്സും സെല്ലേഴ്സും അല്ലെങ്കിൽ ആ ഒരു ഏരിയയിൽ ഒരു ഇൻഡിസിഷൻ ഉണ്ടായി, ഒരു തീരുമാനം ഇല്ലായ്മ അല്ലെങ്കിൽ ഒരു ഇൻഡിസിഷൻ ആണെന്ന് അതിനർത്ഥം. പക്ഷെ തൊട്ടടുത്ത ദിവസം ഡൗൺ ട്രെൻഡിനെയും അല്ലെങ്കിൽ ആ ഒരു ഇൻഡിസിഷന്റെ ഇടയ്ക്ക് ബയ്യേഴ്സ് എൻട്രി എടുക്കുന്നു. അതും ചെറിയൊരു ഗ്യാപ്പ് അപ്പിലും നമ്മുടെ ഫസ്റ്റ്, അതായത് ഈ 3 ക്യാൻഡിൽസിലെ ഫസ്റ്റ് റെഡ് ക്യാൻഡിലിനെ കാട്ടി മുകളിൽ കയറിയിട്ട് ക്ലോസ് ആയി, ഓപ്പണിനെ കാട്ടി മുകളിൽ കയറി ക്ലോസ് ആയി.
അപ്പൊ അവിടെ ബയ്യേഴ്സ് വന്നു, ബയ്യേഴ്സിന് ഇൻട്രസ്റ്റ് കൂടിയെന്നല്ലേ അതിനർത്ഥം. മനസ്സിലായോ? അപ്പൊ അത് പിന്നെ മുകളിലേക്ക് പോകാന്നല്ലേ അതിനർത്ഥം. അത്രേ ഉള്ളൂ. മനസ്സിലായോ? അതാണ് മോർണിംഗ് സ്റ്റാർ എന്ന് പറയുമ്പോഴത്തേക്ക്. അപ്പൊ നിങ്ങൾക്ക് ചിന്തിക്കാം, ഇത് മാത്രം പഠിച്ചുകൊണ്ട് പറ്റുമോ? ഇല്ല, നമുക്ക് പല കാര്യങ്ങൾ കമ്പൈൻ ചെയ്താണ് നമ്മൾ ട്രേഡ് എടുക്കുന്നത്. അപ്പൊ ഇതൊരു സപ്പോർട്ട് ഏരിയയിലാണെങ്കിൽ ആലോചിച്ചു നിങ്ങൾക്ക്, സപ്പോർട്ട് ഏരിയയാണ്, ഒരു മോർണിംഗ് സ്റ്റാർ പാറ്റേണും വന്നു, നമുക്ക് കണ്ടെത്താൻ പറ്റി. അപ്പം ഒന്ന് ആലോചിക്കുക, നമുക്ക് രണ്ട് കൺഫർമേഷൻ കിട്ടിയോ, ഒന്ന് ഇത്, ഒന്ന് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ്. മനസ്സിലായോ? അങ്ങനെ പല കാര്യങ്ങൾ, ഒന്നിലധികം കാര്യങ്ങൾ നമ്മൾ കമ്പൈൻ ചെയ്ത് ഒരു ട്രേഡിൽ നമ്മളൊരു കൺഫർമേഷൻ വെച്ചിട്ട് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്കടുത്ത് ഈവനിങ് സ്റ്റാർ, അടുത്ത പ്രൈവറ്റ് ബസിന്റെ പേര് പോലെ തോന്നുന്ന പാറ്റേൺ, ഈവനിങ് സ്റ്റാർ പാറ്റേണിലോട്ട് നമുക്ക് പോകാം. ഇത് സെയിം, ഇതിന്റെ കറക്റ്റ് ഉൾട്ടാ, തിരിച്ച് റിവേഴ്സാ. ഇതൊരു അപ് ട്രെൻഡിലായിരിക്കണം. ഒരു ഗ്രീൻ ക്യാൻഡിൽ വേണം നമ്മുടെ 3 ക്യാൻഡിൽസിൽ. അതിന്റെ തൊട്ട് മുകളിൽ ഒരു സ്പിന്നിംഗ് ടോപ്പോ ഡോജി ഗ്യാപ്പ് അപ്പി വേണം. അതിന്റെ ഒരു ഗ്യാപ്പ് ഡൗണിൽ മൂന്നാമത്തെ ക്യാൻഡിൽ ഉണ്ടാകണം. നമ്മുടെ ഈ ഗ്രീൻ ക്യാൻഡിലിന്റെ ഓപ്പണേക്കാട്ടി കൂടുതൽ താഴെ ആയിരിക്കണം ഈ റെഡ് ക്യാൻഡിലിന്റെ ക്ലോസ്. അത് റെഡ് ക്യാൻഡിൽ ആയിരിക്കും നമ്മൾ റെഡ് ക്യാൻഡിലിന്റെ ക്ലോസ്. ഒന്ന് ആലോചിച്ച് നോക്കി ഇതിന്റെ ലോജിക്ക്. അപ് ട്രെൻഡ് ബയേഴ്സ് പവർ കാണിക്കുന്ന സ്ഥലം, അവിടെ ഒരു ഗ്യാപ്പ് അപ്പ്, അത് ഉറപ്പായിട്ടും ബയേഴ്സിന് ഇൻട്രസ്റ്റ് തന്നെയാണ്. പക്ഷെ അത് സ്പിന്നിംഗ് ടോപ്പോ ഡോജി ആയാൽ, തൊട്ടുമുമ്പ് ഞാൻ പറഞ്ഞു, മുമ്പിലത്തെ വീഡിയോയിലും പറഞ്ഞു, അത് ഇൻഡിസിഷനാണ്. പക്ഷെ അതിനെ പെട്ടെന്ന് അത് അവരെ ഞെട്ടിക്കുന്ന രീതിയിൽ ഒരു ഗ്യാപ്പ് ഡൗണിൽ ഒരു റെഡ് ക്യാൻഡിൽ ഉണ്ടാകുന്നു. ആ റെഡ് ക്യാൻഡിൽ നല്ല വോളിയത്തിൽ, നല്ലൊരു വലിപ്പത്തിൽ ഇതിന്റെ ഓപ്പണേക്കാട്ടി കൂടുതൽ താഴെ അത് ക്ലോസ് ചെയ്യുന്നു. ഉറപ്പായിട്ട് സെല്ലേഴ്സിന്റെ അതല്ലേ, സെല്ലേഴ്സ് അവിടെ ഇൻട്രസ്റ്റ് കാണിച്ച് തുടങ്ങിയെന്നല്ലേ അർത്ഥം. അത് തന്നെയാണ് ഇതിന്റെ പിറകിലെ ലോജിക്ക്. പിന്നെ ഒരു ഡൗൺ ട്രെൻഡ് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ള അർത്ഥം. ഇപ്പൊ ഇൻട്രാഡേ ഒക്കെ ചെയ്യുന്നവരും അല്ലെ ഷോർട്ട് സെല്ല് ചെയ്യുന്നവർക്കും ഒക്കെ ഉണ്ടല്ലോ, അവിടെ ഒരു റെസിസ്റ്റൻസ് കൂടെ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ 2 കൺഫർമേഷൻ കിട്ടിയില്ലേ? ഓക്കെ, മനസ്സിലായി. അങ്ങനെ പല കൺഫർമേഷൻസും നമുക്ക് വേണം. ഇത്രയേ ഉള്ളൂ. മോർണിംഗ് സ്റ്റാർ, ഈവനിങ് സ്റ്റാർ, അപ് ട്രെൻഡ് വേണം, പല ഗ്യാപ്പ് ബേസിലുള്ള പാറ്റേൺ ആണ്. അതായത് മോർണിംഗ് സ്റ്റാറിനെന്തോ ഒരു ഡൗൺ ട്രെൻഡ് ആണ് വേണ്ടത്. നമ്മളിത് താഴോട്ട് പോകണം. താഴോട്ട് പോയി കഴിഞ്ഞിട്ട് ഒരു റെഡ് ക്യാൻഡിൽ വേണം, ഒരു ഗ്യാപ്പ് ഡൗൺ വേണം, അവരെ ഞെട്ടിച്ചുകൊണ്ട് ഒരു ഗ്രീൻ ക്യാൻഡിൽ വേണം. അതും പോരാത്തതിന് ഈ ഒരു ഫസ്റ്റ് ക്യാൻഡിലിനെ കവർ ചെയ്യുന്ന രീതിയിൽ, അതായത് അതിന്റെ ഓപ്പണിനെക്കാട്ടി മുകളിൽ, റെഡ് ക്യാൻഡിലിനെക്കാട്ടി ഓപ്പണിനെക്കാട്ടി മുകളിൽ ചെയ്യുന്നത് ക്ലോസ് ആവുകയും വേണം. അപ്പൊ തന്നെ ഒരു മോർണിംഗ് സ്റ്റാറിന്റെ ഒരു ലോജിക്ക് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഈവനിങ് സ്റ്റാറിന്റെ ആലോചിച്ച് നോക്കി, മുകളിലോട്ട് പോകുന്ന ഒരു ട്രെൻഡ്, അപ് ട്രെൻഡ്, ഒരു ഗ്രീൻ ക്യാൻഡിൽ, പിന്നെ ഒരു ഡോജിയോ അതോ ഒരു ഗ്യാപ്പ് അപ്പായിട്ട് വരുന്നു, ഒരു ഇൻഡിസിഷൻ ഉണ്ടാക്കുന്നു. തൊട്ട് താഴെ ഒരു ഗ്യാപ്പ് ഡൗണിൽ ഒരു റെഡ് ക്യാൻഡിൽ നമ്മുടെ ഗ്രീൻ ക്യാൻഡിലിനെക്കാട്ടിൽ അതിനെ കവർ ചെയ്തിട്ട് ഒരു ക്ലോസ്. അപ്പം ഇത്രയ്ക്ക് കാര്യങ്ങൾ പറയാനുള്ളൂ. ഇതിന്റെ പിന്നിലെ ലോജിക്ക് എല്ലാവരും മനസ്സിലാക്കുക, ഫോക്കസ് ചെയ്ത് ലോജിക്ക് മനസ്സിലാക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓടിച്ചു വിട്ട് ഒന്ന് പുറകിലോട്ട് പോയിട്ട് ഒന്ന് കണ്ടാലും ഒന്നുകൂടെ നന്നായിരിക്കും. പലവട്ടം കണ്ടു നോക്കുക. ഈ 3 വീഡിയോസും നമ്മൾ ഇടുന്ന എല്ലാ വീഡിയോസും ഇമ്പോർട്ടന്റ് ആണെന്ന് പറയാൻ പറ്റത്തില്ല, കാരണം വളരെ സെലക്റ്റീവായിട്ട് നമ്മൾ ചെയ്യുന്ന വീഡിയോസ് ഇതൊക്കെ. അപ്പം ഇനി ഒരുപാട് വീഡിയോസ് നമുക്ക് ചെയ്യാനുണ്ട്. നിങ്ങളൊരു കാര്യം ചെയ്യണം, ഫസ്റ്റ് ഡേ സപ്പോർട്ട് റെസിസ്റ്റൻസ് വരച്ച് നോക്കാൻ ഞാൻ പറഞ്ഞ ട്രേഡിംഗ് വ്യൂവില്. സെക്കൻഡ് ഡേ നമ്മളിത് ഈ ഒരു കാൻഡിൽസ്റ്റിക്സിനെ പറ്റി പാർട്ട് 1 പറഞ്ഞു, ജസ്റ്റ് ഒന്ന് വരച്ചിട്ട് സിംഗിൾ കാൻഡിൽസ്റ്റിക്സ് ഒക്കെ ഒന്ന് ഐഡന്റിഫൈ ചെയ്ത് നോക്കും. റിവേഴ്സിൽ വരുന്നിടത്തൊക്കെ റെസിസ്റ്റൻസിന്റെ അവിടെ നിന്ന് വരുന്നുണ്ടോ, സപ്പോർട്ടിന്റെ അവിടെ നിന്ന് വരുന്നുണ്ടോ എന്നുള്ള കാര്യം സെക്കൻഡ് ഡേയിലും പറഞ്ഞു. ഇന്നും ഇത് തന്നെ പറയാനുള്ളത്. ഈ മോർണിംഗ് സ്റ്റാർ, ഈവനിങ് സ്റ്റാർ ഒക്കെ എവിടെയൊക്കെ വരുന്നുണ്ടോ ഒന്ന് ഐഡന്റിഫൈ ചെയ്യുക. മനസ്സിലായോ? പിന്നെ ഒരു കാര്യം ഇവിടെ പറയാം, ഇപ്പൊ നമ്മൾ പറഞ്ഞത് ഈവനിങ് സ്റ്റാറിന്റെ അവിടെ അപ്പൊ ചെറിയ രീതിയിൽ ഇപ്പം മറ്റേ അത് കവർ ചെയ്തില്ലേലും ഓക്കെയാണ്. പക്ഷെ ഒന്നുകൂടെ കൺഫർമേഷൻ ഇച്ചിരി വലിയ രീതിയിൽ കവർ ചെയ്യുമ്പോഴല്ലേ, അപ്പോഴാണ് അത് നല്ലൊരു ആ ഒരു ഫസ്റ്റ് ക്യാൻഡിലിനെ കവർ ചെയ്യുമ്പോഴത്തേക്കാണ് ഒന്നുകൂടെ നല്ലൊരു മോർണിംഗ് സ്റ്റാർ, ഈവനിങ് സ്റ്റാർ ആവുന്നത്, ഒന്നുകൂടെ നമുക്കൊരു കൺഫർമേഷൻ കിട്ടുന്നത്. ഓക്കെ, അതാ പറഞ്ഞത്. ചെറിയ രീതിയിലൊക്കെ നമ്മൾ ഇച്ചിരി ലോജിക്ക് പഠിച്ചിരുന്നാലേ നമ്മൾ കാര്യമുള്ളൂ. മനസ്സിലായി? അപ്പം നിങ്ങൾ എല്ലാവരും ഒക്കെ ഒന്ന് വരച്ച് നോക്കി, അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് എന്തായാലും പഠിച്ചിട്ട് ട്രേഡ് ചെയ്യാൻ വേണ്ടി വന്നവരാണ്. അപ്പൊ നിങ്ങൾ എന്തായാലും പഠിച്ചിട്ട് തന്നെ നല്ല രീതിയിൽ ട്രേഡ് ചെയ്യുക, നല്ല ട്രേഡർമാരാകുക. നമുക്ക് ഒന്നിച്ച് പഠിച്ചിട്ട് ഒന്നിച്ച് മുന്നോട്ട് നമുക്ക് പോകാം. ഓക്കെ, അപ്പം ഇനി ഒരുപാട് വീഡിയോസ് നമുക്ക് ചെയ്യാനുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും പഠിപ്പിച്ചു തന്നതുപോലെ പറഞ്ഞു തന്ന കാര്യങ്ങൾ മനസ്സിലായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പം ഇനി ഒരുപാട് നല്ല നല്ല വീഡിയോസ് ആയിട്ട് ഞാൻ വരും. അപ്പം അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം.